അഴിമതിക്കാരിയാണ് എന്ന് കല്ലെറിയാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കമാണിത്. 100% പൊളിറ്റിക്കൽ ആയിട്ടുള്ള മൂവാണ്. ബിരിയാണി ചെമ്പിലെ സ്വർണം അല്ലെ, ഈന്തപ്പഴ കുരു, ബൈബിളിലെ സ്വർണം അല്ലെ, ഖുറാനിലെ കടത്തിയിരിക്കുന്ന സ്വർണം. നാണമില്ലേ എന്ന് നമുക്ക് ചോദിക്കാനുള്ളൂ. ഇത് ഏതെങ്കിലും തരത്തിൽ കൈക്കൂലിപ്പണം കൊടുത്തു എന്ന പേരിലുള്ള ഒരു കേസല്ല. അങ്ങനെ ഒരു കേസ് ഇനി നിലനിൽക്കില്ല. കാരണം ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട മാത്യു കുള്ളാടിന്റെയും ഗിരീഷ് ബാബുവിന്റെയും ഹർജി തീർപ്പാക്കിയതാണ്. ഇതിൽ ഒരു രൂപയുടേതെങ്കിലും എന്തെങ്കിലും ഒരു നേട്ടം കേരള സർക്കാരിൽ നിന്ന് ഉണ്ടായി എന്ന് തെളിയിക്കാൻ ആവശ്യമായ ഒരു രേഖയും ഈ പറയുന്ന ഒരു ഹർജികളിലുമില്ല എന്നുള്ളത് കൊണ്ട് ഇതൊരു അഴിമതിയുമായി ബന്ധപ്പെട്ട കേസല്ല. ഡൽഹി ഹൈക്കോടതി ഈ CMRL കൊടുത്ത അപേക്ഷയിൽ ഇന്റരിം സ്റ്റേ വേണമെന്ന് ആവശ്യപ്പെടുന്നു. ആ സ്റ്റേ കൊടുക്കുന്നില്ല. സ്റ്റേ കൊടുക്കാതിരിക്കുന്നു. ഇമ്മീഡിയറ്റ്ലി കമ്പനികാര്യ മന്ത്രാലയം പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കുന്നു. ഇമ്മീഡിയറ്റ്ലി കേരളത്തിൽ BJP നേതാവ് പ്രസ്താവന ഇറക്കുന്നു. മറ്റ് സ്റ്റേറ്റ്മെന്റുകൾ വരുന്നു. ചാനലുകൾ എല്ലാവരും വളരെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്ത ഒഴുകുന്നു. ഇതൊക്കെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നീക്കമാണെന്ന് ആർക്കാണ് മനസ്സിലാവാത്തത്? ഇനി രണ്ട് കമ്പനികൾ തമ്മിൽ ലീഗലായ കോൺട്രാക്ട് വെച്ച് ഒരു ഉടമ്പടി വെച്ച് സർവീസ് ടാക്സ് അടച്ച്, അതായത് GST അടച്ച്, സർവീസ് ടാക്സ് കംപ്ലീറ്റ് കൊടുത്ത്, പ്രൊഫഷണൽ ടാക്സ് അടച്ച്, വ്യക്തിപരമായ ഇൻകം ടാക്സ് അടച്ച്, എഗ്രിമെന്റ് വെച്ച് രണ്ട് കമ്പനികൾ തമ്മിൽ നടത്തിയ കരാർ അഴിമതിക്കാരിയാണ് എന്ന് കല്ലെറിയാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കമാണിത്. 100% പൊളിറ്റിക്കൽ ആയിട്ടുള്ള മൂവാണ്.